സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ വരട്ടിയതിൻ്റെ റെസിപ്പി കണ്ടാലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയേ, എന്നാൽ പിന്നെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കുമേ. എന്താണെന്ന് വെച്ചാൽ ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 20 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് തക്കാളി ആട്ടോ. ഒരു വലിയ തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര വലിയ തക്കാളിയും എടുത്തില്ലെങ്കിൽ ചെറുത് 2 എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ചെറിയ ജീരകമാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്ലെങ്കിൽ കുരുമുളക് മുയ്യൻ കുരുമുളക് ഉണ്ടല്ലോ, അതായാലും മതി. ഒന്നെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാധാരണ നമ്മളെ കാശ്മീരി മുളക് പൊടിയില്ലേ, അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇനി പണിയൊന്നുമില്ല കേട്ടോ. ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരുപാട് വലുതല്ല ഒരുപാട് ചെറുതല്ല, മീഡിയം സൈസ്. അതെടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പെരക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പെരക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രം നമ്മളിത് വരട്ടിയാൽ മതി, അല്ലാണ്ട് മസാല അധികം പിടിക്കാത്ത പോലെ ഉണ്ടാവും. അങ്ങനെ ഇതാ 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഏത് പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൊഞ്ചന മസാല നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കാരണം കൊഞ്ചനായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കൊഞ്ചന് നമ്മൾ ഫ്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വരട്ടിയെടുക്കാം കേട്ടോ. കാരണം കൊഞ്ചം വേവാൻ കുറേ സമയമൊന്നും വേണ്ടല്ലോ. കൂടിപ്പോയൊരു 10 മിനിറ്റ് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ 5 മിനിറ്റ് നമ്മളിത് മൂടി വെച്ചിട്ട് ആ ഒരു വെള്ളം ഇറങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേവിച്ചു. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ.
ഈ ഒരു ഐറ്റമില്ലേ നമുക്ക് രണ്ട് വിധത്തിൽ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ ഇത് വരട്ടിയ പോലെ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ച് വരട്ടിയ പോലെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മസാലയിൽ നമുക്ക് ഇത് മതി എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയില തൂക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഇറക്കി വെക്കാം കേട്ടോ. അതെല്ലാം നന്നായിട്ടൊന്ന് വരട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി നമുക്കിതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പണികൾ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ രാത്രിയിലോ രാവിലെയോ എപ്പം വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയറും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബായ്.